നമസ്തേ. സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് പലപ്പോഴും നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെ മാറ്റാറില്ലേ? അഭിപ്രായങ്ങൾ മാറ്റാറില്ലേ? ഒരു നന്മ ഒരു വ്യക്തി ചെയ്യുമ്പോൾ എനിക്ക് അയാൾ ശത്രുവായതുകൊണ്ട് അയാളുടെ നന്മയെ ഞാൻ മറ്റുള്ളവരോട് പറയുവാൻ തയ്യാറാവുകയില്ല. അയാളുടെ ആ നന്മയുള്ള പ്രവൃത്തിയിൽ ഏതെങ്കിലും ന്യൂനതകൾ കാണാൻ കഴിയുമോ എന്നതായിരിക്കും എൻ്റെ ശ്രദ്ധ. ഇതുപോലെ തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയോ പറയാൻ പാടില്ലാത്ത ഒരു വാക്കോ കാണുവാൻ പാടില്ലാത്ത സാഹചര്യത്തിലോ കാണപ്പെട്ടാൽ ഞാൻ വിദഗ്ധമായി അതിനെ ന്യായീകരിക്കുവാനും ആ വ്യക്തി ചെയ്ത പ്രവൃത്തി എത്ര അധാർമികമാണെങ്കിലും അതിനെ ധാർമ്മികതയുടെ തരത്തിലേക്ക് എത്തിക്കുവാനും പലപ്പോഴും നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സമീപനങ്ങളും വിലയിരുത്തലുകളും സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് മാറാറുണ്ട്. എനിക്ക് പ്രിയപ്പെട്ടവർ എന്ത് ധർമ്മം ചെയ്താലും അതിനെ ഞാൻ ന്യായീകരിക്കും. ഞാൻ ശത്രുഭാവത്തിൽ കാണുന്നവർ എന്ത് ധാർമ്മിക പ്രവൃത്തി ചെയ്താലും ഞാൻ അതിനെ അധാർമികമായി കാണാൻ ശ്രമിക്കും. ഈ സ്വഭാവം ശരിയാണോ അല്ല എന്നതാണ് ശ്രീകൃഷ്ണമൂർത്തിയുടെ അഭിപ്രായം. ഭഗവാൻ വ്യക്തമായി തന്നെ ഭഗവത്ഗീതയിൽ അത് പറയുന്നുമുണ്ട്. കാരണം ചെയ്ത പ്രവൃത്തിയെപ്പറ്റിയാണ് നീ ചിന്തിക്കേണ്ടത്. ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തി ആര് ചെയ്താലും അതിനെ ധാർമ്മികമായി തന്നെ കാണണം. സ്വന്തക്കാരും ബന്ധുക്കളും ഒരു അധർമ്മം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുവാനോ അത് കണ്ടില്ല എന്ന് നടിക്കുവാനോ പാടില്ല. അത് അധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഭയാനകമാണ്. അധർമ്മത്തിന് വളമിടുക തന്നെയാണ്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാനോ ത്വരിതപ്പെടുത്തുവാനോ അല്പം പോലും പരിശ്രമിക്കുവാനേ പാടില്ല. കാരണം അധർമ്മം ചെയ്യുന്നവനേക്കാൾ അധർമ്മിയാണ് അധർമ്മത്തിന് പിന്തുണ കൊടുക്കുന്നവൻ. സ്വന്തം കർമ്മമേഖലകളിൽ അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലേക്കും നമ്മൾ എത്തപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഈ കാണപ്പെടുന്ന സ്വഭാവം ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന വേദവ്യാസ ഭഗവാൻ കൃത്യമായി തന്നെ ഭഗവത്ഗീതയിൽ സാംഖ്യയോഗത്തിലൂടെ അത് നമ്മളോട് വ്യക്തമാക്കി തന്നെ കാട്ടിത്തരുന്നു. അർജുനൻ്റെ സങ്കടം കണ്ട ഭഗവാൻ അർജുനൻ്റെ ന്യായവാദങ്ങൾ പലവരും കേട്ട നാരായണൻ ശ്രീകൃഷ്ണമൂർത്തി അർജുനോട് ഗംഭീരമായി തന്നെ മറുപടി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ ഈ അത്യുത്തമമായ ശ്ലോകം നമ്മൾക്കൊന്ന് കാണുവാൻ ശ്രമിക്കാം. ഭഗവാൻ പറയുന്നു അർജുനനോട്, അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദം ച ഭാഷസേ ഗതാസൂനു ഗതാസൂഞ്ച ന അനുശോചന്തി പണ്ഡിത. എത്ര ഗംഭീരമായിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നതെന്ന് ആലോചിക്കൂ. നീ എല്ലാം അറിഞ്ഞവനെ പോലെ സംസാരിക്കുന്നു. ശരിക്കും നിനക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അത് ഉൾക്കൊള്ളുവാനോ നിന്റെ വിലയിരുത്തലുകൾ ശരിയാണോ എന്നും അതിലേതെങ്കിലും രീതിയിലുള്ള അധാർമികളുണ്ടോ അറിവ് കുറവുകളുണ്ടോ എന്ന് പോലും നീ ചിന്തിക്കുന്നില്ല. എല്ലാം അറിഞ്ഞവനെ പോലെ കാര്യകാരണങ്ങൾ നിരത്തി നീ ന്യായവാദങ്ങൾ പറയുമ്പോൾ അർജുന ഒന്ന് ഓർത്തുകൊള്ളുക. അധർമ്മം ചെയ്തവർ നിന്റെ ബന്ധുമിത്രാദികളായതുകൊണ്ട് നിനക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് നീ അധർമ്മത്തെ ന്യായീകരിക്കുന്നു. നീ ചെയ്യേണ്ട കർമ്മത്തിൽ നിന്ന് നീ ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് എസ്കേപ്പ് ആകുവാൻ ശ്രമിക്കുന്നു. ഇത് ധർമ്മച്യുതിയാണ്. ഇത് അധാർമികത വളരുവാനും അതിലൂടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്ക് എത്തുവാനും കഴിയും. സമൂഹമൊക്കെ വിട്ടേക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടതായി വരാറുണ്ട്. നമ്മൾക്ക് ലഭിക്കേണ്ടതും നമ്മൾ അനുഭവിക്കേണ്ടതും നമ്മൾക്ക് തീർച്ചയായും ആശ്വാസമായി മാറേണ്ടതായിട്ടുള്ള പല ഭൗതിക ഭോഗവസ്തുക്കളും, അത് സ്വത്താകട്ടെ, സമ്പാദ്യമാകട്ടെ, ഇതര ഭൗതിക വിഭവങ്ങളാകട്ടെ, മനസമാധാനമാകട്ടെ, എന്തായാലും അത് മറ്റു പലരും അവരുടെ കൗശലത്താലും കുശാഗ്രബുദ്ധിയാലും അധാർമികതയുടെ മൂടുപടത്താലും അവരവരുടേതാക്കി മാറ്റുന്നു. നമ്മളെ സങ്കടത്തിലേക്കും കൂരിരുട്ടിലേക്കും തള്ളിവിടുന്നു. അപ്പോൾ നിശബ്ദരായി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരാണ് അത് ചെയ്തത്, അതുകൊണ്ട് അത് അധർമ്മമല്ല എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ധർമ്മത്തെ നിലനിർത്തുകയും അധർമ്മം എവിടെയെല്ലാം ദൃശ്യമാകുന്നോ അതിനെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ ചോദിക്കുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനുമാകണം പരിശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ആരും മനുഷ്യരേ അല്ല എന്ന് ഭഗവാൻ പറയുന്നു. എല്ലാം അറിഞ്ഞവനെ പോലെ അത് ഏത് മേഖലകളിലും പ്രകടമാണ്. ഭഗവാൻ അർജുനോട് പറയുന്നു, അശോച്യാൻ അന്യശോചസ്തം. സങ്കടപ്പെടാൻ യാതൊരുവിധ യോഗ്യതയുമില്ലാത്തവരെ പറ്റിയാണ് നീ സങ്കടപ്പെടുന്നത്.
പ്രജ്ഞാവാദാംശ ഭാഷസേ, എല്ലാം അറിഞ്ഞവനെ പോലെയാണ് അർജുന നീ സംസാരിക്കുന്നത്. ഗതാസൂന് ഗതാസൂഞ്ച ന അനുശോചന്തി പണ്ഡിത. ഏതൊരുവനാണോ അല്പം പോലും ഔദാര്യവും ആശ്വാസവും അനുശോചനവും അർഹിക്കാത്തത്, അവരെ പറ്റിയാണ് നീ ചിന്തിക്കുന്നതും അവർക്കാണ് നീ നിന്റെ പിന്തുണ കൊടുക്കുവാൻ തയ്യാറാകുന്നതും അവരെയാണ് നീ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ നീ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്കുള്ളത് മുഴുവൻ നിന്നിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ വിശ്വപ്രകൃതിയിൽ ഈശ്വരൻ കനിഞ്ഞു തന്ന ദിവ്യമായ പ്രാണനെ, ആത്മചൈതന്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിനക്കർഹമായത് അന്യാധീനമായി കവർന്നെടുക്കുവാനല്ല, അധാർമികമായി മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കുവാനല്ല, എന്നാൽ നിനക്കവകാശപ്പെട്ടും നിന്റെ സന്തതി പരമ്പരകൾക്ക് ഭുജിക്കുവാൻ തീർച്ചയായും ലഭിക്കേണ്ടതുമായിട്ടുള്ളത് മറ്റുള്ളവർ കൈവശപ്പെടുത്തുവാനോ അന്യായമായി അപഹരിക്കുവാനോ ശ്രമിക്കുമ്പോൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കി നിൽക്കുവാനും അത് സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് താൽക്കാലിക വാദഗതികൾ പറയുവാനുമല്ല പരിശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല പാർത്ഥ, നിന്റെ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് വ്യക്തമായി തന്നെ ഭഗവാൻ അർജുനോട് പറയുന്നു, നമ്മളോട് ഓരോരുത്തരോടുമായി പറയുന്നു, ഏതൊരു പ്രവൃത്തിയുടെയും ധാർമ്മികതയെപ്പറ്റി മാത്രം ചിന്തിക്കൂ. തങ്ങൾക്ക് അവകാശപ്പെട്ടത് അധാർമികമായി ആരെങ്കിലും കവരാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ നേരിടുവാൻ ശ്രമിക്കുക. അവൻ്റെ കർമ്മപഥത്തിൽ, തൊഴിൽ മേഖലകളിൽ, കുടുംബജീവിതത്തിൽ, ഇതര ലൗകിക സുഖഭോഗങ്ങളിൽ ഇവിടെയെല്ലാം ഇത് പ്രകടമാണ്. അതുകൊണ്ട് തന്നെ മാനവരാശിയെ ബാധിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തെ കൃത്യമായി തന്നെ ഭഗവാൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. ഭഗവാൻ ഇത് പറയുന്നത് അർജുനനോട് മാത്രമല്ല, അർജുനനോട് പറയുന്നത് വഴി മാനവരാശിക്ക് മുഴുവനായി ഭഗവാൻ നൽകുന്ന ഉപദേശമാണ്, മുന്നറിയിപ്പാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾക്കും അതിനെ സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തെ ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്തിക്കുവാൻ, മറ്റുള്ളവർ ചതിയാലും വഞ്ചനയാലും നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളതിനെ തടസ്സപ്പെടുത്തുകയും അവരുടേതാക്കി മാറ്റുവാനായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ കയ്യും കെട്ടി കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുവാനോ അവരെ ന്യായീകരിക്കുവാനോ സാരമില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞ് പിന്മാറുവാനോ അല്ല ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ധാർമ്മികമായ ആർജവബുദ്ധിയോട്, അർജുന ബുദ്ധിയോട് അർഹതപ്പെട്ടത് നേടുവാൻ തന്നെ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സർവേശ്വരനായ വൈകുണ്ഠനാഥൻ പാർത്ഥ സാരഥിയുടെ രൂപത്തിൽ, ഭാവത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുക തന്നെ ചെയ്യും. മറ്റൊരു ഭഗവത്ഗീത ശ്ലോകവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരി ഓം.